ഹായ് ഹലോ. മഴയൊക്കെ ഒന്ന് മാറി ഇത്തിരി വെട്ടമൊക്കെ വീണിട്ടുണ്ട്. എത്ര നേരത്തേക്കാണെന്നറിയില്ല. ഇനിയിപ്പോൾ വൈകിട്ടാകുമ്പോൾ വീണ്ടും മഴയാകും. ഇവിടെ ഇപ്പോൾ രാത്രിയാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നിവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് മലയൊക്കെ കാണാം. രാത്രിയിലത്തേക്ക് കഴിക്കാനായിട്ട് ഗോതമ്പ് പുട്ടാണ്. ഗോതമ്പ് പുട്ടിന് മാവ് നനയ്ക്കുമ്പോൾ ചെറു ചൂടുവെള്ളം ഒഴിച്ച് നനയ്ക്കുകയാണെങ്കിൽ മാവ് കട്ടി പിടിക്കത്തില്ല. നനച്ച മാവ് പുട്ടിനായിട്ടുള്ള തേങ്ങ ചിരണ്ടിയതും കൂടി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പുട്ടിന് കറിക്കായിട്ടാണെങ്കിൽ മുട്ട പൊട്ടിച്ചൊഴിച്ച കറിയാണ് വെക്കുന്നത്. മുട്ട പൊട്ടിച്ചൊഴിച്ച കറി ഞാൻ ഈ ഇടുക്കിയിലും അതേ ദേശമാണ് ഇങ്ങനെ മുട്ട പൊട്ടിച്ചൊഴിച്ചുള്ളൊരു കറി വയ്ക്കുന്നത്. കറിക്കുള്ള സവോളയും പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തിട്ട് അതൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് അതിലേക്ക് സവോളയും പച്ചമുളകും കൂടെ ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വഴറ്റി അടച്ചു വയ്ക്കാം. ഇതിനിടയിൽ കുറച്ച് സബർജല്ലിക്കൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. കറിപ്പൊടികളൊക്കെ ചേർത്ത് ഇത്തിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കും മുട്ട പൊട്ടിച്ചൊഴിക്കണം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. അത് കഴിഞ്ഞ് തുറന്നിട്ട് മുട്ടകൾ ഓരോന്നായിട്ട് മറിച്ചിട്ടിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ മുട്ട പൊട്ടിച്ചൊഴിച്ച കറി റെഡി. കറി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് വിശന്നപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായയും ഒരു കഷ്ണം വട്ടയപ്പവും കൂടി അങ്ങ് കഴിച്ചു. ഇതൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെപ്പോലെ കട്ടൻ ചായയൊക്കെ കുടിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട്. അങ്ങനെ രാത്രിയിലത്തേക്ക് കഴിക്കാം പുട്ടും പപ്പടവും മുട്ട പൊട്ടിച്ചൊഴിച്ച കറിയും കുറച്ച് സബർജല്ലിക്ക കട്ട് ചെയ്തതൊക്കെ റെഡിയായി. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.